ഞാൻ അനീഷിനെയും കല്യാണം കഴിക്കുന്നില്ല, PR-നെയും കല്യാണം കഴിക്കുന്നില്ല. അനുമോൾ കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് സീസൺ 7 വിന്നറായ അനുമോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം സീസണിലുണ്ടായിരുന്ന അനീഷ് അനുമോളെ കല്യാണം കഴിക്കാൻ പ്രപ്പോസ് ചെയ്തു. അത് ഒരുപാട് അകത്തും പുറത്തും ഒരുപാട് വിവാദങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സംഭവമാണ്. പിന്നെ അനീഷ് അനുമോളും തമ്മിൽ അത്ര രസത്തില്ല, ഒരു അങ്ങനെ അത് പിന്നെ അങ്ങനെ മുണ്ടിട്ടുമില്ല. ഇന്നലെ അനുമോൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചോദ്യം ചോദിച്ചു, അനീഷിനെ ആലോചന വന്നാലോ അല്ല അനീഷ് വന്നാൽ കല്യാണം കഴിക്കുക അതോ PR-നെയാണോ കല്യാണം കഴിക്കുക? PR എന്ന് പറയുമ്പോൾ അനുമോളുടെ PR ആയിരുന്നു ബിനു. അപ്പൊ അനുമോൾ കൊടുത്ത മറുപടിയാണ്, PR-നെയും കല്യാണം കഴിക്കുന്നില്ല, അനീഷിനെയും കല്യാണം കഴിക്കുന്നില്ല. ഇവർ രണ്ടുപേരും എൻ്റെ ബദറിനെ പോലെയാണ്, സഹോദരങ്ങളായിട്ടാണ് ഞാൻ ഇവർ രണ്ടുപേരും കാണുന്നത്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിച്ചോളാം എന്നാണ് അനുമോൾ പറയുന്നത്. ഇപ്പോൾ അനുമോളുടെ PR എന്ന് പറയുന്ന ബിനു അനുമോൾക്ക് നല്ല സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പല ആളുകളും പറഞ്ഞു ബിനു ഇനി കല്യാണം കഴിക്കാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഓരോ വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ അനീഷിന്റെ പ്രശ്നം ഇപ്പോഴും അനുമോളെയാണ് വേട്ടയാടുന്നത്. പലപ്പോഴും ഇപ്പോഴും ഓരോ യൂട്യൂബർമാർ വെറുതെ ചോദിക്കുന്നുണ്ട്, അനീഷ് വിളിച്ചോ, അനീഷിനെ കല്യാണം കഴിക്കും, അനീഷേട്ടൻ വിളിച്ചോ. ഇതൊക്കെ എന്തിനാണ് വെറുതെ, ഒരാവശ്യമില്ല. അത് അവരവിടെ പറഞ്ഞു തീർത്തു. അത് ലാലേട്ടൻ്റെ മുന്നിൽ ചോദിച്ചു പറഞ്ഞു, എനിക്കൊരു ബ്രദറിനെ പോലെയാണ് അനീഷിനെ കാണുന്നതെന്ന് പറഞ്ഞു. അനീഷും അത് പിന്നെ അതേക്കുറിച്ച് പറയാനൊന്നും പുള്ളി മുതിർന്നില്ല. പിന്നെ ഇവരെന്തിനാണ് ഇത് കുത്തിപ്പൊക്കുന്നത് മനസ്സിലാകത്തില്ല. എന്നാലും ഈ ഒരു ഇതിന് വ്യക്തത വരുത്തിയിട്ടുണ്ട് അനുമോള്. വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാക്കുന്ന രീതി ഇതേക്കുറിച്ച് അനുമോൾ സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഇന്നലെ കണ്ടത്. ഇപ്പൊ ഒരു ഗെയിം കഴിഞ്ഞു, അതെല്ലാം തീർന്നു, പിന്നെ അതെല്ലാം അവസാനിപ്പിച്ചു. പിന്നെ വേറെ പ്രശ്നങ്ങൾ എന്തിനാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഈ ഓരോരുത്തർ കുത്തിത്തിരിപ്പായ ചോദ്യങ്ങളുണ്ട്, അതുമായിട്ട് ഇങ്ങനെ ചോദിച്ചു കുറെ യൂട്യൂബർമാരുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കും നീയും അതിൽപ്പെട്ടല്ല, ഞാനും അതിൽപ്പെട്ട, ഞാൻ ആവശ്യമില്ലാത്ത വല്ലവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകത്തില്ല. അപ്പൊ എന്റെ കൊച്ചിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ്. താങ്ക് യു.